നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചിട്ടാണ്. ദ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് നോക്കാം. Vallabhbhai Patel was born on October 31, 1875 in Nadiad, Gujarat, India, into a humble agricultural family. ഇപ്പം എന്താണ് പറയുന്നത്, എപ്പോഴായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്? 1875 ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചിട്ടുണ്ടായിരുന്നത്. എവിടെയാണ്? ഒരു നദിയാദ് ഗുജറാത്തിലാണ് കേട്ടോ വരുന്നത്. നദിയാദ് എന്ന് പറയുന്ന ഗുജറാത്തിലൊരു കാർഷിക കുടുംബത്തിലാണ് അല്ലേ അദ്ദേഹം അഗ്രികൾച്ചറൽ ഫാമിലി ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രം എ യങ് ഏജ് ഹി ഡിസ്പ്ലേഡ് റിമാർക്കബിൾ ഡിറ്റർമിനേഷൻ ആൻഡ് എ തേഴ്സ്റ്റ് ഫോർ നോളജ്. അപ്പം ചെറുപ്പം മുതലേ തന്നെ അദ്ദേഹം എന്താണ് അറിവ് നേടാനായിട്ട് കൂടുതലായിട്ട്, തേഴ്സ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ദാഹിക്കുക എന്നാണ്. ഇവിടെ ആക്ച്വലി എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് അത്രയ്ക്കും അറിവ് നേടാനുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിശ്ചയദാർഢ്യമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ ഇവിടെയുള്ള ആ ഒരു തേഴ്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Patel's journey led him to study law at the Middle Temple in London, England, where he honed his legal skills and developed a keen sense of justice. അപ്പോൾ ഇവിടെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? അപ്പോൾ ഇത്തരത്തിൽ അറിവ് നേടാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്ര അല്ലെങ്കിൽ അതിനോടുള്ള ദാഹം എന്താണ് അദ്ദേഹത്തെ ലണ്ടനിലെ മിഡിൽ ടെമ്പിൾ എന്ന് പറയുന്ന ലോ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. Upon returning to India in 1913, Patel began his legal career as a barrister. ഓക്കെ, അപ്പം 1913 ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ലോ പഠിച്ചതിന് ശേഷം മടങ്ങിയെത്തിയിരിക്കുന്ന പട്ടേൽ എന്താണ് ബാരിസ്റ്ററായിട്ടാണ് അല്ലേ ജോലി ചെയ്യുന്നത്. അഹമ്മദാബാദിലായിരുന്നു കേട്ടോ അദ്ദേഹം ബാരിസ്റ്ററായിട്ട് തൻ്റെ അഭിഭാഷക ജീവിതം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. His sharp legal acumen coupled with his deep concern for social issues quickly gained him recognition. Patel's legal practice became a platform through which he advocated for the rights of the underprivileged and disenfranchised, setting ദി സ്റ്റേജ് ഫോർ ഹിസ് ഫ്യൂച്ചർ പൊളിറ്റിക്കൽ കരിയർ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഹിസ് ഷാർപ്പ് ലീഗൽ എക്യൂമെൻ എന്ന് പറയുന്നത് അപ്പം മൂർച്ചയുള്ള നിയമവൈദഗ്ധ്യമാണ് ആ ഒരു ഷാർപ്പ് ലീഗൽ എക്യൂമെൻ എന്നിപ്പോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വിത്ത് ഹിസ് ഡീപ്പ് കൺസേൺ ഫോർ സോഷ്യൽ ഇഷ്യൂസ് അല്ലേ. സോഷ്യൽ ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക പ്രശ്നങ്ങളോടുള്ള അല്ലേ ആ ഒരു ആഴത്തിലുള്ള ഉത്കണ്ഠയും അപ്പം കൂടുതൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അംഗീകാരം നേടിക്കൊടുത്തു. ഗെയിൻഡ് ഹിം റെക്കഗ്നീഷൻ അല്ലേ, അദ്ദേഹത്തിന് വേഗത്തിൽ അംഗീകാരം നേടിക്കൊടുത്തു. പട്ടേൽസ് ലീഗൽ പ്രാക്ടീസ് ബിക്കം എ പ്ലാറ്റ്ഫോം ത്രൂ വിച്ച് ഹി അഡ്വക്കേറ്റഡ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ദി അണ്ടർ പ്രിവിലേജ്ഡ്. അപ്പം കൂടുതലും നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം എങ്ങനെയാണ് ലീഗൽ പ്രാക്ടീസ് അല്ലേ അഭിഭാഷകന് ബാരിസ്റ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അഭിഭാഷക പ്രാക്ടീസിൽ കൂടുതലും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലേ എന്താണ് സമൂഹത്തിൽ താഴെക്കിടയിലുള്ളവരിലേക്ക് അല്ലേ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, അതിനു വേണ്ടി വാദിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാവി രാഷ്ട്രീയ ജീവിതത്തിന് അതുകൊണ്ട് തന്നെ ഒരു കളമൊരുക്കിയിട്ടുണ്ട്. സെറ്റിംഗ് ദി സ്റ്റേജ് ഫോർ ഹിസ് ഫ്യൂച്ചർ പൊളിറ്റിക്കൽ കരിയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. Patel's growing involvement in India's freedom struggle drew him towards the Indian National Congress. ഇനി എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലേ ഫ്രീഡം സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പട്ടേലിൻ്റെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം അദ്ദേഹത്തെ എവിടെയാണ് കൊണ്ടെത്തിച്ച് നിർത്തിയിരിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലായിരുന്നു. അതാണ് ആ ഒരു ലൈൻസിൽ പറയുന്നത്. His tireless efforts and unwavering commitment to the cause of independence led him to rise through the ranks of the Congress, earning respect and അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞു നിർത്തുന്നത്? അപ്പം അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമം അല്ലേ ടയർലെസ് എഫേർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടയർലെസ് എഫേർട്ട്
ദാറ്റ് ഈസ് അശ്രാന്ത പരിശ്രമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അൺവീവറിങ് കമ്മിറ്റ്മെൻറ്റ് അല്ലേ, അചഞ്ചലമായിട്ടുള്ള പ്രതിബദ്ധത എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമവും ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് പ്രതിബദ്ധതയും അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ അണികളിൽ നിന്ന് ഉയരാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റൈസ് ത്രൂ ദി റാങ്ക്സ് ഓഫ് ദി കോൺഗ്രസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. ഏർണിംഗ് റെസ്പെക്റ്റ് ആൻഡ് അഡ്മയറേഷൻ ഫോർ ഹേഴ്സ് ലീഡർഷിപ്പ്. അപ്പം പിന്നീട് എന്താണ് പറയുന്നത്, സർദാർ പട്ടേൽസ് കമ്മിറ്റ്മെൻറ്റ് ടു ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് വാസ് അൺവേവറിങ്. ഹി വാസ് നോട്ട് ഓൺലി വോക്കൽ പ്രൊപ്പണൻറ്റ് ബട്ട് ഓൾസോ സ്റ്റൗഞ്ച് പ്രാക്ടീഷണർ ഓഫ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ്. അപ്പം ഇവിടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടുള്ള സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഈ ഒരു പ്രതിബദ്ധത എന്ന് പറയുന്നത് എന്താണ്, അൺവേവറിങ് ആയിരുന്നു അല്ലെ, അചഞ്ചലമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കൂടാതെ എന്താണ്, ഹി വാസ് നോട്ട് ഓൺലി എ വോക്കൽ പ്രൊപ്പോണൻറ്റ്, വാചാലൻ എന്നൊക്കെ നമ്മൾ പറയും അതിന്. അത് മാത്രമല്ല അല്ലേ, നമ്മുടെ എന്താണ് പറയുന്ന കാര്യങ്ങൾ പറയുക, നമ്മളുടെ ആശയങ്ങൾ പറയുക എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അഹിംസാത്മക ചെറുത്ത് നിൽപ്പ് കൂടെ അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റോഞ്ച് പ്രാക്ടീഷണർ ഓഫ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ് അല്ലേ. അപ്പം ഇതുകൂടെ എന്താണ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. During the struggle for independence, Sardar Vallabhbhai Patel played a crucial role in the Kheda Satyagraha, a historic episode of non-violent resistance against the British colonial administration. അപ്പം എന്താണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ്, അതായത് ഡ്യൂറിങ് ദ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് അല്ലേ, അതായത് ഈ ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടത്തിനെതിരെയായിട്ട് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷന് എന്താണ്, അഹിംസാത്മക ചെറുപ്പ് നിൽപ്പിൻ്റെ ആ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു സംഭവമാണ് വരുന്നത് ഖേഡ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഖേഡ സത്യാഗ്രഹ അല്ലേ, ആ ഒരു സത്യാഗ്രഹത്തിൽ ആരാണ്, ഈ ഒരു വല്ലഭായ് പട്ടേൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്, പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ. അപ്പോൾ എന്താണ്, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ അതിൽ ഉൾപ്പെട്ടതാണ് ഖേഡ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, നോൺ വയലൻസ് റെസിസ്റ്റൻസ് അല്ലേ, അഹിംസാത്മകമായിട്ടുള്ള രീതിയിലുള്ളതാണ്. അപ്പോൾ അതാണ് ആർക്കെതിരെയാണ്, ബ്രിട്ടീഷ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷനെതിരെ. അപ്പം അതിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ചിട്ടുണ്ട്. In Gheda, Gujarat, poor farmers were facing a severe crop failure and they were unable to pay land revenue to the British government. Sardar Patel, known for his empathetic leadership, took up the cause of these distressed farmers. അപ്പോൾ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, അപ്പം ഗുജറാത്തിലെ ഖേഡ എന്നൊരു സ്ഥലം അല്ലേ, അതാണ് ഖേഡ സത്യാഗ്രഹത്തിൻ്റെ പ്ലാറ്റ്ഫോമായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു ഗുജറാത്തിലെ ഖേഡയിലെ പാവപ്പെട്ട കർഷകരുണ്ടായിരുന്നു, പുവർ ഫാർമേഴ്സ്. അപ്പോൾ എന്താണ്, അവർ കടുത്ത വിളനാശം നേരിട്ടിട്ടുണ്ട്. ഫേസിങ് സിവിയർ ക്രോപ്പ് ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത വിളനാശം എന്നാണ് കേട്ടോ. അപ്പം ആ ഒരു വിളനാശം നേരിടുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ്, ബ്രിട്ടീഷ് സർക്കാരിന് ഭൂനികുതി നൽകാൻ കഴിയാത്ത അവസ്ഥ വരികയാണ് ഉണ്ടായിരുന്നത്. They were unable to pay land revenue to the British government അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ചെയ്തത് അന്നേരം, ഈ പട്ടേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പത്തറ്റിക് ലീഡർഷിപ്പാണ് അല്ലേ, സഹാനുഭൂതി നിറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടുക്ക് അപ്പ് ദി കോസ് ഓഫ് ദീസ് സ്ട്രെസ്ഡ് ഫാർമേഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ദുരിതം അനുഭവിക്കുന്ന അല്ലേ, ഡിസ്ട്രെസ്ഡ് ഫാർമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്ന കർഷകരുടെ കാര്യം ആരാണ് ഏറ്റെടുക്കുക ഉണ്ടായിരുന്നത്, നമ്മുടെ ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. He led the Gheda Satyagraha, urging the farmers to withhold their taxes and demanding relief from the oppressive revenue policies. His participation in various civil disobedience movements earned him numerous prison sentences, but he remained resolute in his convictions. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ്, അതായത് നികുതി തടഞ്ഞു വയ്ക്കാൻ കർഷകരോട് അഭ്യർത്ഥിക്കുകയും അല്ലേ,
നികുതി തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ വേണ്ടിയിട്ട് ആരോട്, കർഷകരോട് പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ അടിച്ചമർത്തൽ റവന്യൂ നിയമങ്ങളിൽ നിന്ന് അവർക്ക് എന്താണ് അതിൽ നിന്ന് ആശ്വാസം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗേഡ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ലെഡ് ദി ഗേഡ സത്യാഗ്രഹ, അർജിങ് ടു ദി ഫാമേഴ്സ് ടു withhold their taxes and demanding relief from the oppressive revenue policies എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനെതിരെയായിട്ട് അല്ലേ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ നിലകൊള്ളുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹിസ് പാർട്ടിസിപ്പേഷൻ ഇൻ വേരിയസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്സ്, അതെന്താണ് വിവിധ നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾ, അതാണ് ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുക അല്ലേ. അദ്ദേഹത്തിന് നിരവധി ജയിൽ ശിക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ഏൺഡ് ഹിം ന്യൂമറസ് പ്രിസൺ സെൻറ്റൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജയിൽ ശിക്ഷ ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പം പക്ഷേ തൻ്റെ ഈ ഒരു ശിക്ഷയിൽ തന്നെ അദ്ദേഹം എന്താണ് ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഐ എം ഫൈൻ വിത്ത് ദാറ്റ് എന്നുള്ള രീതിയിലേക്ക്. കാരണം ആള് നല്ലതിന് വേണ്ടിയിട്ടാണല്ലേ പോരാടിയിരിക്കുന്നത്. ബട്ട് ഹി റിമെയിൻഡ് റെസൊല്യൂട്ട് ഇൻ ഹിസ് കൺവിക്ഷൻസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സർദാർ വല്ലഭായ് പട്ടേൽസ് ലീഡർഷിപ്പ് ഡ്യൂറിങ് ഹി റിമെയിൻഡ് റെസൊല്യൂട്ട് ഇൻ ഹിസ് കൺവിക്ഷൻസ്. സർദാർ വല്ലഭായ് പട്ടേൽ ഇത് വീണ്ടും ആവർത്തിച്ച് വരുന്നതാണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽസ് ലീഡർഷിപ്പ് ഡ്യൂറിങ് ദി ബർദോളി സത്യാഗ്രഹ ഈസ് റിമാർക്കബിൾ സ്റ്റോറി. അപ്പം നെക്സ്റ്റ് എന്താ പറയുന്നത്, ഈ ഒരു ബർദോളി സത്യാഗ്രഹത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഈ ഒരു ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഒരു ലൈഫിലൊരു സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കഥയാണ് വരുന്നത്. ഇൻ 1928 ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻക്രീസ്ഡ് ലാൻഡ് റവന്യൂ റേറ്റ്സ് ഇൻ ദി ബർദോളി റീജിയൻ ഓഫ് ഗുജറാത്ത്, causing immense hardship to the local farmers. Patel took up the cause and led the Bardoli Satyagraha to protest against this unjust policy. The Bardoli Satyagraha of 1928, under his leadership, stands as an iconic example of his dedication to the cause, earning him the revered title of Sardar or leader. അപ്പം ഇവിടെ ഇപ്പം എന്താണ് പറയുന്നത്, മെയിനായിട്ട് ഇവിടെ ഈ ഒരു ബർദോളി സത്യാഗ്രഹയിൽ പറയുന്നത് ഇദ്ദേഹത്തിന് സർദാർ വല്ലഭായ് പട്ടേലിന് എങ്ങനെയാണ് ആ ഒരു സർദാർ എന്ന പേര് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലീഡർ എന്നാണ് കേട്ടോ മെയിൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ചിട്ട് ഒരു ചെറിയൊരു ടോപ്പിക് ഇവിടെ പറയുന്നുണ്ട്. 1928 സംഭവം നടക്കുന്നത്. ഈ ഒരു ഗുജറാത്തിലെ ബർദോളി മേഖലയിൽ അവിടെയുള്ള ഈ ഒരു കൃഷിക്കാർ നേരിടേണ്ടി വന്നിട്ടുള്ളൊരു സംഭവമായിരുന്നു. അവിടെയുള്ള ലാൻഡ് റവന്യൂവിലെ ഭൂനികുതി നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ്, ഗുജറാത്തിലെ ബർദോളി മേഖലയിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭൂനികുതി വർദ്ധിക്കുമ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്, അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഇറ്റ്സ് കോസിങ് ഇമ്മൻസ് ഹാർഡ്ഷിപ്പ് ടു ദി ലോക്കൽ ഫാമേഴ്സ്. അപ്പം ഇതിന് ഈ ഒരു അന്യായമായിട്ടുള്ള നയത്തിനെതിരെ ആരാണ് സത്യാഗ്രഹം ചെയ്തിട്ടുള്ളത്, അതായത് അൺജസ്റ്റ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്യായമായിട്ടുള്ള നയം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടേൽ ടുക്ക് അപ്പ് ദി കോസ് ആൻഡ് ലെഡ് ദ ബർദോളി സത്യാഗ്രഹ. അപ്പം പട്ടേൽ ഇവിടെ മുന്നിൽ നിന്ന് ഈ ഒരു ബർദോളി സത്യാഗ്രഹം നയിക്കുകയാണ് ചെയ്യുന്നത്, ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദിസ് അൺജസ്റ്റ് പോളിസി അല്ലേ. ഇതിനെതിരെ പ്രതിഷേധിച്ച് ഈ ഒരു പ്രശ്നം ഏറ്റെടുക്കുകയും ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുകയുമാണ് ഇവിടെ ആര് ചെയ്യുന്നത്, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1928 ബർദോളി സത്യാഗ്രഹം എന്താണ് അണ്ടർ ഹിസ് ലീഡർഷിപ്പിലെ അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഉദാഹരണമായിട്ട് ഇങ്ങനെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ചെയ്യുന്നതിൻ്റെ. ഓക്കെ, ഇറ്റ്സ് ഏണിംഗ് ഇൻ ദി റിവേർഡ് ടൈറ്റിൽ ഓഫ് സർദാർ ഓർ ലീഡർ. ആ ഒരു സ്മരണാർത്ഥമാണ് ആ ഒരു ലീഡർ അല്ലെങ്കിൽ സർദാർ എന്ന പേര് വരുന്നത്. ആൻഡ് ഡ്യൂറിങ് ദി ഫൈനൽ സ്റ്റേജസ് ഓഫ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ഘട്ടമാണ് അല്ലേ ഡ്യൂറിങ് ദ ഫൈനൽ സ്റ്റേജസ് ഓഫ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പട്ടേൽ പ്ലേഡ് എ പൈവോട്ടൽ റോൾ ഇൻ നെഗോഷിയേഷൻസ് വിത്ത് ദ ബ്രിട്ടീഷ് അതോറിറ്റീസ്. അപ്പം ആ ഒരു ഇൻഡിപെൻഡൻസിൻ്റെ അവസാന നാളുകളിൽ എന്താണ് ബ്രിട്ടീഷ് അധികാരികളുമായിട്ടുള്ള ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ നിർണായക പങ്ക് വഹിച്ച ഒരാളായിരുന്നു
നമ്മുടെ ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. സ്ട്രാറ്റജിക് അക്യൂമൻ ആൻഡ് ഡിപ്ലോമാറ്റിക് ഫൈനസ് were instrumental in securing India's hard-fought independence in 1947. അതായത് അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായിട്ടുള്ള അല്ലേ നയതന്ത്ര മികവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലേ. വർ ഇൻസ്ട്രുമെൻ്റൽ ഇൻ സെക്യൂറിങ് ഇന്ത്യാസ് ഹാർഡ് ഫോർ ഇൻഡിപെൻഡൻസ് അല്ലേ. ഈ ഒരു സ്ട്രാറ്റജിക് എക്യുപ്മെൻറ്റ് ആൻഡ് ഡിപ്ലോമാറ്റിക് ഫൈനസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നയതന്ത്ര മികവിനെയാണ് കേട്ടോ. തന്ത്രപരമായിട്ടുള്ള മികവ് അല്ലെങ്കിൽ നയതന്ത്ര മികവ് അതൊക്കെ എന്താണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1947 ബ്രിട്ടനിൽ നിന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ നോട്ട് ഓൺലി പ്ലേഡ് എ കീ റോൾ ഇൻ കൺവിൻസിങ് ദ ബ്രിട്ടീഷ് ടു ഗ്രാൻഡ് ഇൻഡിപെൻഡൻസ് ബട്ട് ഓൾസോ ഇൻ പെർസ്യൂജിങ് ദ പ്രൈൻസ്ലി സ്റ്റേറ്റ് ടു എക്സിറ്റ് ടു ദി ന്യൂലി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അപ്പം ഈ ഒരു സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തുന്നതിൽ മാത്രമല്ല അല്ലേ, ദാറ്റ് ഈസ് കൺവിൻസിങ് ദി ബ്രിട്ടീഷ് ടു ഗ്രാൻഡ് ഇൻഡിപെൻഡൻസ്. അതായത് എന്താണ്, നമുക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തുന്നതിൽ മാത്രമല്ല പുതുതായിട്ടുള്ളൊരു സ്വതന്ത്ര ഇന്ത്യയുമായി ലയിക്കാൻ നാട്ടുരാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നതിലും അദ്ദേഹം എന്താണ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഇൻ പെർസ്യൂജിങ് ദി പ്രൈൻസ്ലി സ്റ്റേറ്റ്സ് ടു ആക്സെപ്റ്റ് ടു ദി ന്യൂലി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. പുതുതായിട്ടുള്ള നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കാൻ, സ്വതന്ത്ര ഇന്ത്യയുമായി ലയിപ്പിക്കാൻ കൂടെ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നോക്കാം. ആഫ്റ്റർ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് സർദാർ വല്ലഭായ് പട്ടേൽ അസ്യൂംഡ് ദ ക്രൂഷ്യൽ റോൾ ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ദി മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ഇൻ ദി ഇനോഗറൽ ഗവൺമെൻറ് ലെഡ് ബൈ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം, ആഫ്റ്റർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ഉദ്ഘാടനത്തിൽ അല്ലേ, ഉദ്ഘാടന സർക്കാരിൽ ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായിട്ടും ആഭ്യന്തര മന്ത്രിയായിട്ടും ആര് സ്ഥാനമേൽക്കുക അല്ലെങ്കിൽ നിർണായക പങ്ക് ഏറ്റെടുക്കുകയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് ഇൻ ദി ഇനോഗറൽ ഗവൺമെൻറ് ലെഡ് ബൈ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു. കൂടാതെ ആരും കൂടെയായിരുന്നു ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അല്ലേ, കൂടെയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. Okay, in this capacity, he faced monumental challenges. Patel's leadership was particularly evident in the integration of the princely states. His skillful diplomacy and persuasive abilities played a crucial role in peacefully assimilating over 500 princely states into the Indian Union, ensuring India's territorial integrity. അപ്പം കൂടാതെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ഈ ഒരു പദവിയിൽ ഇരിക്കെ തന്നെ അദ്ദേഹം പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് അല്ലേ. ഇൻ ദിസ് കപ്പാസിറ്റി, അതായത് ഈ ഒരു പദവിയിൽ ഇരിക്കെ തന്നെ ഹി ഫേസ്ഡ് മോണുമെൻ്റൽ ചലഞ്ചസ് അല്ലേ, വളരെയധികം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിൻ്റെ നേതൃത്വം പ്രത്യേകിച്ചിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇറ്റ്സ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ it's particularly evident in the integration of the princely state അല്ലേ. അതായത് എന്താണ് പ്രൈൻസ്ലി സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ അദ്ദേഹം കൂടുതലായിട്ട് എന്താണ് ഒരു നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദഗ്ധമായിട്ടുള്ള നയതന്ത്ര അനുനയിപ്പ് കൊണ്ടാണ്, ആ ഒരു സ്കില്ല് കൊണ്ടായിരുന്നു, സ്കിൽഫുൾ ഡിപ്ലോമസി അല്ലേ, നയതന്ത്രത്തിനുള്ള ആ ഒരു കഴിവ് കൊണ്ട് 500-ലധികം നാട്ടുരാജ്യങ്ങളെ സമാധാനപരമായിട്ട് ഇന്ത്യൻ യൂണിയനിലേക്ക്, over 500 princely states into the Indian Union, ensuring the India's territorial integrity അല്ലേ. 500-ലധികം നാട്ടുരാജ്യങ്ങളെ സമാധാനപരമായിട്ട് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിലും ആ ഒരു ഇന്ത്യയുടെ പ്രാദേശിക സമഗ്രത ഉറപ്പാക്കുന്നതിലും ആർക്ക് നിർണായക പങ്ക് വഹിക്കാൻ പറ്റിയിട്ടുണ്ട്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന് പറ്റിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സർദാർ വല്ലഭായ് പട്ടേൽ ഫേസ്ഡ് അനദർ ഡൗണ്ടിങ് ചലഞ്ച്. അതായത് ഇനി നെക്സ്റ്റ് വരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ നേരിട്ടിട്ടുണ്ടായിരുന്ന മറ്റൊരു വെല്ലുവിളിയായിരുന്നു ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഹൈദരാബാദ്, എ പ്രൈൻസ്ലി സ്റ്റേറ്റ് വിത്ത് ദ മുസ്ലിം നിസാം ഹു വാസ് റിലക്റ്റൻറ്റ് ടു എക്സിറ്റ് ടു ദി ഇന്ത്യ.
അതായത് എന്താണ് നെക്സ്റ്റ് വരുന്നിട്ടുള്ളത്, അതായത് ഒരു മുസ്ലിം ഹൈദരാബാദ് അല്ലേ, ഇൻ്റഗ്രേഷൻ ഓഫ് ഹൈദരാബാദാണ്. മുസ്ലിം നിസാമ് ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൈൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ലയിക്കാൻ വിമുഖത കാണിച്ചിട്ടുള്ള ഒരു മുസ്ലിം നിസാമുമായിട്ട് ഹൈദരാബാദ് നാട്ടുരാജ്യമായിട്ടുള്ളൊരു സംയോജനത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ദ നിസാം ഓഫ് ഹൈദരാബാദ് wanted to remain independent or possibly join Pakistan. Sardar Patel embarked on a mission to peacefully integrate Hyderabad into India. However, negotiations with the Nizam proved challenging. The situation escalated, leading to the Operation Polo military action in September 1948. Indian forces quickly and effectively defeated the Nizam's army, leading to the accession of Hyderabad to the India. അപ്പോൾ എന്താണ് ഈ ഒരു മുസ്ലിം നിസാം കൂടുതലായിട്ട് ഇവിടെ ഇത്രയും ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ഒന്നെങ്കിൽ ഈ ഒരു മുസ്ലിം നിസാം എന്താണ് ഹൈദരാബാദിൽ സ്വതന്ത്രമായിട്ട് തുടരാൻ അല്ലേ, അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ചേരാനോ ആണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ദ നിസാം ഓഫ് ഹൈദരാബാദ് അല്ലേ, ഹൈദരാബാദിലെ ആ ഒരു നിസാം എന്താണ് റിമെയിൻ ഇൻഡിപെൻഡൻറ്റ്, ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ടു ജോയിൻ പാകിസ്ഥാൻ അല്ലേ ആണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹൈദരാബാദിനെ സമാധാനപരമായിട്ട് ഇന്ത്യയുമായിട്ട് സമന്വയിപ്പിക്കുക എന്നൊരു ദൗത്യമാണ് സർദാർ പട്ടേൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എംബാർക്ക്ഡ് ഓൺ എ മിഷൻ ടു പീസ്ഫുള്ളി ഇൻ്റഗ്രേറ്റ് ഹൈദരാബാദ് ഇൻ ടു ദി ഇന്ത്യ അല്ലേ, ഇന്ത്യയുമായിട്ട് ഹൈദരാബാദിനെ പീസ്ഫുള്ളി സമാധാനപരമായിട്ട് സമന്വയിപ്പിക്കുക എന്നതായിരുന്നു. എന്നിരുന്നാലും പക്ഷേ ഈ ഒരു നിസാമുമായിട്ടുള്ള ചർച്ചകൾ വെല്ലുവിളി നിറഞ്ഞതാണെന്ന് പിന്നീട് മനസ്സിലായി. ഹവെവർ നെഗോഷിയേഷൻസ് വിത്ത് നിസാം പ്രൂവ്ഡ് ചലഞ്ചിങ് അല്ലേ, പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണിത് പെട്ടെന്ന് കാര്യം നടക്കൂല, എന്താണ് കുറച്ച് വെല്ലുവിളി നേരിട്ടത് തന്നെയാണ്. സോ ദ സിറ്റുവേഷൻ എസ്കലേറ്റഡ് അല്ലേ, ആ ഒരു സ്ഥിതിഗതികൾ വഷളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1948 അദ്ദേഹത്തിന് എന്താണ് ഒരു സൈനിക നടപടിയിലേക്ക്, ഓപ്പറേഷൻ പോളോ എന്ന ഒരു മിലിറ്ററി ആക്ഷനിലേക്ക്, സൈനിക നടപടിയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് അങ്ങനെ നയിക്കേണ്ടി വന്നു. ഇന്ത്യൻ ഫോഴ്സസ് ക്വിക്ലി ആൻഡ് എഫക്റ്റീവ്ലി ഡിഫീറ്റഡ് ദി നിസാംസ് ആർമി, ലീഡിങ് ടു ദി എക്സെഷൻ ഓഫ് ഹൈദരാബാദ് ടു ഇന്ത്യ. അപ്പം ഇന്ത്യൻ സൈന്യം എന്താണ് നിസാമിൻ്റെ സൈന്യത്തെ വേഗത്തിൽ അല്ലേ, ക്വിക്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് തന്നെ ഫലപ്രദമായിട്ട്, എഫക്റ്റീവ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലപ്രദമായിട്ടും ഡിഫീറ്റ് ചെയ്തു അല്ലേ. ഈ ഒരു നിസാമിൻ്റെ ആർമീനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ത്യൻ സൈന്യം വേഗത്തിലും ഫലപ്രദമായിട്ടും പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലീഡിങ് ടു ദി ആക്സെഷൻ ഓഫ് ഹൈദരാബാദ് ടു ഇന്ത്യ. അപ്പോൾ ഇത് ഹൈദരാബാദിനെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നതിലേക്ക് നയിക്കുക കൂടി ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു സർദാർ വല്ലഭായ് പട്ടേലിൽ നിന്ന് വരുന്നൊരു പിന്നീട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ആൻഡ് ഇനി വേറൊരു കാര്യം കൂടെ റിമാർക്കബിൾ ആയിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനദർ റിമാർക്കബിൾ ഇൻസിഡൻറ്റ് ഫ്രം സർദാർ വല്ലഭായ് പട്ടേൽസ് ലൈഫ് ഈസ് റിലേറ്റഡ് ടു ദി ഇൻ്റഗ്രേഷൻ ഓഫ് ദി പ്രൈൻസ്ലി സ്റ്റേറ്റ് ഓഫ് ജുനാഗഡ് ഇൻ ടു ദ ഇന്ത്യൻ യൂണിയൻ. അപ്പം ഇതേപോലെ നേരത്തെ പറഞ്ഞതിനോട് സമാനമായിട്ടാണ് മറ്റൊരു റിമാർക്കബിൾ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് കൂടെ വരുന്നത്. അതായത് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള സംഭവം കൂടെ നടക്കുന്നത് ജുനാഗഡ് നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനുമായിട്ട് സംയോജിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ടതായിരുന്നു കേട്ടോ അത് വരുന്നത്. ഇനി Junagadh, located in present-day Gujarat, was princely state with the Muslim ruler Nawab Muhammad Mahabad Khan III, who decided to accede to Pakistan after India gained independence in 1947. അപ്പം അതായത് ഇവിടെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം പാകിസ്ഥാനിൽ ലയിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു മുസ്ലിം അധികാരിയായിരുന്ന അല്ലെ നവാബ് മുഹമ്മദ് മഹാബദ് ഖാൻ III എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭരണാധികാരി. അപ്പം ഇന്നത്തെ നാട്ടുരാജ്യമായിട്ടുള്ള ഒരു അതായത് ഗുജറാത്തിലെ നാട്ടുരാജ്യമായിട്ടുള്ള ജുനഗദിൽ അതിനെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഈ ഒരു ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൊണ്ടുവരിക എന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമായിട്ടാണ് ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേലിന് നേരിടേണ്ടി വന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം എന്തായിരുന്നു അത് പറഞ്ഞത്. അതായത് നമുക്കിവിടെ പറയാം, ഇന്നത്തെ ഗുജറാത്തിൽ ഉള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു ജുനഗദ് എന്ന് പറയുന്നത്. അത് ആരുടെയാണ്, ഒരു മുസ്ലിം റൂളറുടേതാണ്, നവാബ് മുഹമ്മദ് മഹബദ് ഖാൻ
തേർഡാണ് വരുന്നത്. ശരിക്കും അദ്ദേഹം എന്താണ് പാകിസ്ഥാനുമായിട്ട് 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനുമായിട്ട് ലയിക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം സർദാർ പട്ടേൽ വാസ് ഫേസ്ഡ് വിത്ത് ദ ചലഞ്ചിങ് ടാസ്ക് ഓഫ് ബ്രിങ്ങിങ് ജുനഗഡ് which had a Hindu majority of population into the Indian Union. Despite the Nawab's decision to access to Pakistan, Patel was determined to ensure the territorial integrity of India. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് ഈ ഒരു ഇന്ത്യൻ യൂണിയനിലേക്ക് ഈ ഒരു ജുനഗദിനെയും കൂടെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഈ ഒരു ജുനഗദിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഹിന്ദു മെജോറിറ്റി പോപ്പുലേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ യൂണിയനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹി ഇനീഷ്യേറ്റഡ് നെഗോഷിയേഷൻ ആൻഡ് വെൻ ഡിപ്ലോമസി ഫെയിൽഡ് he decided on a bold move. In an unexpected turn of events, Sardar Patel organized a successful police action, sending Indian forces to Junagadh to secure the region. This move led to the integration of Junagadh into India, ensuring that the territory stayed united with the newly formed nation. This demonstrates his determination and strategic thinking in pursuing his goals like securing the unity of a newly independent India. അപ്പം അദ്ദേഹം എന്താണ് ഒരു ദൃഢനിശ്ചയത്തിലായിരുന്നു അല്ലേ ജുനഗദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് നയിപ്പിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ചർച്ചകൾക്ക് തുടക്കമിട്ടു അല്ലേ. ഹി ഇനീഷ്യേറ്റഡ് നെഗോഷിയേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചകൾക്ക് തുടക്കമിടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നയതന്ത്രം പരാജയപ്പെട്ടപ്പോൾ വെൻ ഡിപ്ലോമസി ഫെയിൽഡ് അല്ലേ, അദ്ദേഹത്തിൻ്റെ നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനൊരു ധീരമായിട്ടുള്ള നീക്കം ചെയ്യേണ്ടി വന്നു. ഡിസൈഡഡ് ഓൺ എ ബോൾഡ് മൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധീരമായിട്ടുള്ള നീക്കം. In an unexpected turn of events, Sardar Patel organized a successful police action. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്താണ് ഒരു പോലീസ് ഫോഴ്സിനെ വെച്ചിട്ട് അല്ലെ അദ്ദേഹത്തിന് ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ വിജയകരമായിട്ട് ഒരു പോലീസ് നടപടി സംഘടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ ഒരു പ്രദേശം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യത്തെ ജുനഗഡിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. So this move led to the integration of Junagadh into India, ensuring that the territory stayed united with the newly formed nations. അല്ലേ, അപ്പം ഇവിടെ ആരാണ് ഈ ഒരു ഇന്ത്യൻ ഫോഴ്സസിനെ ജുനഗദിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ജുനഗദ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ എന്താണ് ഈ ഒരു നീക്കം ജുനഗദിനെ ഇന്ത്യയുമായി സംയോജിപ്പിക്കുന്നതിലേക്കാണ് നയിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. എൻഷൂറിങ് ദിസ് മൂവ് ലെഡ് ടു ദി ഇൻ്റഗ്രേഷൻ ഓഫ് ജുനഗദ് ഇൻ ടു ഇന്ത്യ അല്ലേ. അപ്പം ഈ പ്രദേശം പുതുതായിട്ട് രൂപീകരിച്ചിട്ടുള്ള രാഷ്ട്രവുമായിട്ട് ഐക്യത്തോടെ തുടരുന്നെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. അപ്പം പുതുതായി സ്വതന്ത്രമായിട്ടുള്ള ഈ ഇന്ത്യയുടെ ഐക്യം അല്ലേ സുരക്ഷിതമാക്കുക എന്ന പോലുള്ള ലക്ഷ്യങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും തന്ത്രപരമായിട്ടുള്ള ചിന്തയും ഒക്കെ ദാറ്റ് ഈസ് ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് സ്ട്രാറ്റജിക് തിങ്കിങ് ഇൻ പെർസ്യൂയിങ് ഹിസ് ഗോൾസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? അദ്ദേഹം അതായത് ദൃഢനിശ്ചയമാണ്, പിന്നെ നിശ്ചയദാർഢ്യമാണ് ഈ ഒരു തൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നുള്ളത്. അപ്പം അതൊക്കെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. That is why Sardar Vallabhbhai Patel's most enduring legacy in his contribution to national unity and integration. അപ്പോൾ അതുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റവും ശാശ്വതമായിട്ടുള്ള പാരമ്പര്യം അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ദേശത്തിൻ്റെ ഐക്യത്തിനും വേണ്ടിയിട്ട് നൽകിയ സംഭാവനകളായിട്ട് പറയാൻ പറ്റുന്നത്. His nickname Iron Man of India symbolizes not only his unwavering determination and strong leadership but also his role in forging a united democratic and federal India. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അദ്ദേഹം നമ്മുടെ ഇന്ത്യക്ക് നൽകിയിട്ടുള്ള ഈ ഒരു സംഭാവനകളുടെ ആ ഒരു മുൻനിർത്തിയിട്ട് അദ്ദേഹത്തെ ഈ ഉരുക്ക് മനുഷ്യൻ എന്നാണ് അല്ലേ വിളിക്കുന്നത്. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് പറയുന്നത്, ദ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്
അല്ലേ? അപ്പം ഇത് എന്തിനെ സൂചിപ്പിക്കുന്നതെന്നാണ്? അചഞ്ചലമായിട്ടുള്ള നിശ്ചയദാർഢ്യം. അതാണ് അൺവേവറിങ് ഡിറ്റർമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പം അതുകൂടാതെ സ്ട്രോങ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള നേതൃത്വം മാത്രമല്ല, കൂടാതെ എന്തൊക്കെയാണ്? ഫോർജിങ് എ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ആൻഡ് ഫെഡറൽ ഇന്ത്യ അല്ലേ? അതായത് ഏകീകൃതവും ജനാധിപത്യപരവും ഫെഡറൽ ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്കിൻ്റെ പ്രതീകമായിട്ടാണത് പറയുന്നത്. ഓക്കെ. In honor of his memory and lasting impact, the Statue of Unity, the world's tallest statue, was inaugurated on October 31st, 2018 in Gujarat. This towering statue, standing at 182 meters, 5'9" feet, represent not only Patel's physical stature but also his monumental stature in Indian history. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ? കൂടാതെ എന്താണ്? ശാശ്വതമായിട്ടുള്ള ആ ഒരു സ്വാധീനത്തിൻ്റെയും ബഹുമാനാർത്ഥത്തിൽ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പ്രതിമയായിട്ടുള്ള എന്താണ്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രതിമയുടെ പേരെന്താണ് വരുന്നത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് വരുന്നത്. ഇത് എന്താണ്? വേൾഡിലെ ടോളസ്റ്റ് സ്റ്റാച്യു ആണ് വരുന്നത്. അത് എപ്പോഴാണ്? 2018 ഒക്ടോബർ 31 അല്ലേ? അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 31 അപ്പോൾ എന്താണ്? ആ ഒരു ഒക്ടോബർ 31 2018 ഗുജറാത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്തു. ഇതിന് എത്രയാണ്? ആ ഒരു സ്റ്റാച്യൂന് എത്ര മീറ്റേഴ്സ് ലോങ് ആയിരുന്നു? 182 മീറ്റേഴ്സ് അല്ലേ? ഏറ്റവും ഉയർന്ന പ്രതിമയാണത് വരുന്നത്. അപ്പം represent not only Patel's physical statue but also in his monumental stature in Indian history അല്ലേ? അപ്പം ഈ ഒരു ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഉയർന്ന പ്രതിമ പട്ടേലിൻ്റെ ശാരീരിക ഉയർച്ചയെ മാത്രമല്ല അല്ലേ കാണിക്കുന്നത്, അദ്ദേഹം നമ്മുടെ ഇന്ത്യയെ മഹത്തായ രീതിയിൽ ഉയർച്ചയിൽ എത്തിക്കുന്നതിനെ അതിനെയും കൂടെ പ്രതിനിധീകരിക്കുന്നുണ്ട്. Sardar Vallabhbhai Patel's life story serves as an inspiration for generations, illustrating the power of determination, diplomacy and leadership in shaping a nation's destiny. His contributions to India's freedom struggle and the consolidation of the country post-independence make him an enduring symbol of national pride and unity. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജീവിതകഥ എപ്പോഴും എന്താണ്? വരുന്ന തലമുറകൾക്ക് ഒരു ഇൻസ്പിറേഷനാണ് അല്ലേ? പ്രചോദനമാണ്. സർദാർ വല്ലഭായ് പട്ടേൽസ് ലൈഫ് സ്റ്റോറി സെർവ്സ് ആസ് എൻ ഇൻസ്പിറേഷൻ ഫോർ ജനറേഷൻ അല്ലേ? വരും തലമുറക്ക് കൂടെ അതെന്താണ്? പ്രചോദനമാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഈ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ നിശ്ചയദാർഢ്യം, നയതന്ത്രം, നേതൃത്വം അതൊക്കെ ഇതിലൂടെ അല്ലേ നമുക്ക് ഇതിൻ്റെയൊക്കെ ശക്തി ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനും സ്വാതന്ത്ര്യാനന്തര രാജ്യത്തിൻ്റെ ഏകീകരണത്തിനും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ദേശീയ അഭിമാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാറ്റി മാറ്റുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ദ കൺസോളിഡേഷൻ ഓഫ് ദ കൺട്രി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അല്ലേ? അതായത് സ്വാതന്ത്ര്യാനന്തരമുള്ള രാജ്യത്തിൻ്റെ ഏകീകരണത്തിനും വേണ്ടിയിട്ട് മേക്ക് ഹിം ആൻ എൻഡ്യൂറിങ് സിമ്പിൾ ഓഫ് നാഷണൽ പ്രൈഡ് ആൻഡ് യൂണിറ്റി അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റാച്യു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്താണ്? ദേശീയ അഭിമാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആ ഒരു പ്രതീക അല്ലേ? ശാശ്വതമായിട്ടുള്ള പ്രതീകമാക്കി മാറ്റുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ബാൽ ഗംഗാധർ തിലകിനെ കുറിച്ചിട്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചിട്ടാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് 2-3 കൂടെ ഡിസ്കസ് ചെയ്യാം. രാഷ്ട്രീയത്തിൽ അതായത് what was സർദാർ പട്ടേൽസ് പ്രൊഫഷൻ ബിഫോർ എൻ്ററിങ് പൊളിറ്റിക്സ്? അതായത് രാഷ്ട്രീയത്തിൽ എന്താണ് പ്രവേശിക്കുന്നത്, എൻ്റർ ചെയ്യാന്നാലേ ചോദിക്കുന്നത്. അപ്പം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ്, ബിഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ്, സർദാർ പട്ടേലിൻ്റെ തൊഴിൽ എന്തായിരുന്നു? വാട്ട് വാസ് ദ സർദാർ പട്ടേൽസ് പ്രൊഫഷൻ? അപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ സർദാർ പട്ടേൽസ് പ്രൊഫഷൻ ബിഫോർ എൻ്ററിങ് പൊളിറ്റിക്സ്? അതായത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് സർദാർ പട്ടേലിൻ്റെ തൊഴിൽ എന്തായിരുന്നു എന്നാണ്. ഡോക്ടർ, ലോയർ, എഞ്ചിനീയർ, ടീച്ചർ. അപ്പോൾ ഇതിലേതാണ്
എല്ലാവർക്കും അറിയാം അല്ലേ, ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ദി ലോയർ ആണ് രാഷ്ട്രീയത്തിന് പ്രവേശിക്കുന്നതിന് മുൻപേ അദ്ദേഹത്തിൻ്റെ ജോലിയായിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. വിച്ച് ഹിസ്റ്റോറിക് ഇവന്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സർദാർ വല്ലഭായ് പട്ടേൽസ് ലീഡർഷിപ്പ് ഇൻ ഗുജറാത്ത്? അതായത് ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര സംഭവം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ജാലിയൻ വാലാബാഗ് മസക്രേ ആൻഡ് കേഡ സത്യാഗ്രഹ, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഇതിൽ ഏതാണ് അദ്ദേഹത്തിൻ്റെത് വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം കുറച്ച് മുൻപേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് കേഡ സത്യാഗ്രഹമാണ് അദ്ദേഹം ഈ ഒരു വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്ര സംഭവം. ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നേ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. What role did സർദാർ വല്ലഭായ് പട്ടേൽ പ്ലേ ഇൻ ദി ഇൻറ്റിഗ്രേഷൻ ഓഫ് പ്രൈൻസ്ലി സ്റ്റേറ്റ് ടു ഇന്ത്യ? അപ്പോൾ എന്താണ് നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള സംയോജനത്തിൽ അല്ലേ വല്ലഭായ് പട്ടേൽ എന്ത് നിയമമാണ് ഉപയോഗിച്ചത് അല്ലേ? അപ്പം നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഹി ഒപ്പോസ്ഡ് ദി ഇൻറ്റഗ്രേഷൻ ഓഫ് പ്രൈൻസ്ലി സ്റ്റേറ്റ് അല്ലേ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തെ അദ്ദേഹം എതിർത്തു എന്നതാണോ? അതല്ല, അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്തതാണ്. അതപ്പോൾ തന്നെ നമുക്ക് തെറ്റാണെന്ന് മാർക്ക് ചെയ്യാം. ഇനി ഈ ഒരു ഹി പ്ലേഡ് നോ റോൾ ഇൻ ദിസ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു പ്രക്രിയയിൽ അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല എന്നാണ് അല്ലേ പറയുന്നത്. ഹി പ്ലേഡ് നോ റോൾ ഇൻ ദിസ് പ്രോസസ്. അപ്പോൾ അതെന്താണ്? അദ്ദേഹത്തിന് പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അദ്ദേഹം എന്താണ് എല്ലാത്തിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു അല്ലേ. നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടെല്ലാം പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു പ്രോസസ്സിൽ റോളില്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, അത് തെറ്റായിട്ടുള്ളതായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹി വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ പീസ്ഫുള്ളി ഇൻ്റഗ്രേറ്റിംഗ് ഓവർ 500 പ്രൈൻസ്ലി സ്റ്റേറ്റ് ഇൻ ടു ദി ഇന്ത്യൻ യൂണിയൻ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടിക്കിടാം അല്ലേ. കാരണം 500-ലധികം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ സമാധാനപരമായിട്ട് സംയോജിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതെന്താണ്? അത് റൈറ്റ് ആയിട്ടുള്ള ആൻസറാണ്. അപ്പം തേർഡിൻ്റെ ആൻസർ എന്ത് വരുന്നത്? സി ആണ് അല്ലേ. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം. Which princely state posed a significant challenge to Sardar Vallabhai efforts at integration due to its Nizam's reluctance to accede to India? അപ്പം എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്? അതായത് ഇന്ത്യയിൽ ചേരാൻ നിസാം വിമുഖത കാണിച്ചതിനാൽ സർദാർ പട്ടേലിൻ്റെ സംയോജന ശ്രമങ്ങൾക്ക് ഏത് നാട്ടുരാജ്യമാണ് പ്രധാന വെല്ലുവിളി ഉയർത്തിയതെന്നാണ്. ഇവിടെ നമുക്ക് ഹൈദരാബാദും ജുനഗദും ഉണ്ട് അല്ലേ, നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷെ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഹൈദരാബാദാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ ഒരു ഇൻ്റഗ്രേഷൻ ടൈമിൽ ഇത് വരുന്നത് എന്താണ്? ഹൈദരാബാദിൻ്റെ ആണ് വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആൻസർ ഹൈദരാബാദാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ ഈ ഒരു സെക്ഷനിൽ. What significant action did Sardar Patel take to integrate the princely state of Junagadh into the Indian Union? അതായത് ജുനഗദ് നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ഏത് സുപ്രധാന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? ഫസ്റ്റത്തുള്ളത് പറയുന്നത് ഹി ഇനീഷ്യേറ്റഡ് നെഗോഷിയേഷൻ വിത്ത് പാകിസ്ഥാൻ അല്ലേ. അദ്ദേഹം പാകിസ്ഥാനുമായിട്ട് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. അതാണോ? അല്ലല്ല, അവിടെ പാകിസ്ഥാനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നില്ല അല്ലേ. പാകിസ്ഥാനുമായിട്ടല്ല നെഗോഷിയേഷന് ചർച്ചകൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് തെറ്റായിരുന്നു. ഈ ഓർഗനൈസ്ഡ് റെഫറൻഡം, അതായത് റെഫറൻഡം എന്ന് വെച്ചാൽ എന്താണ്? അദ്ദേഹം ഒരു റെഫറൻഡം സംഘടിപ്പിച്ചു. അതായിരുന്നോ? അല്ല, അതും തെറ്റായിട്ടുള്ളതാണ്. സി എന്ന് പറയുന്നത് എന്താണ്? ഹി കണ്ടക്റ്റഡ് എ പോലീസ് ആക്ഷൻ അല്ലേ. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന്. കാരണം ജുനഗദ് ആയിട്ടുള്ള സംഭവത്തിൽ എന്താണ്? ആ ഒരു പോലീസ് ആക്ഷനാണ് അദ്ദേഹം കണ്ടക്ട് ചെയ്ത്. അദ്ദേഹം ഒരു പോലീസ് നടപടിയാണ് അല്ലേ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അത് ശരിയാണോ നോക്കാൻ നെക്സ്റ്റും കൂടെ തെറ്റാണോ എന്ന് നോക്കിയാൽ മതിയല്ലോ. ഹി അപ്പീൽ ടു ദി യുണൈറ്റഡ് നേഷൻസ് ഫോർ ഇൻ്റർവെൻഷൻ. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയോട് ഇടപെടാൻ വേണ്ടിയിട്ട്
അഭ്യർത്ഥിച്ചു. അപ്പോൾ ഈ ഒരു ഐക്യരാഷ്ട്രസഭയെ ഒന്നും ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. നേരത്തെ ആ ഒരു പാരഗ്രാഫിലൊന്നും നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് പോലില്ല. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആൻസറൊക്കെ കണ്ടെത്താം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫുൾ ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. എനിവേ, താങ്ക് യു.